ഹലോ ഗൈസ്! ക്യാപ്‌കട്ട് മൊബൈൽ വീഡിയോ എഡിറ്റിംഗില് വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്പ് എന്ന് തന്നെ ഞാൻ പറയും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപ്‌കട്ട് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ ആണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ ക്യാപ്‌കട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ടോപ്പിലുള്ള ന്യൂ വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നേരെ നമ്മള് ഗാലറിയിലോട്ടാണ് പോവാ. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോസും, വീഡിയോസും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് വരാ. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ട ഫോട്ടോസും, വീഡിയോസും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റാൻഡം ആയിട്ടുള്ളൊരു 4 വീഡിയോസ് സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേലെ വീഡിയോ എന്ന് കണ്ടില്ലേ? വീഡിയോ എന്നുള്ള അപ്പുറത്ത് മാറ്റി കൊടുത്താൽ ഫോട്ടോസ് എന്ന് വരും. അവിടെ ഫോട്ടോസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 4 വീഡിയോസ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ട് മാറും. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇവിടെ താഴെ ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഫസ്റ്റ് ടൂൾസുകൾ പരിചയപ്പെടാം. ഇതുപോലുള്ളൊരു ഇന്റർഫേസ് ആണ് വരിക. അതിൽ താഴെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ? ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് വന്നാല് ഫസ്റ്റ് കാണുന്നത് സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് 9 സെക്കൻഡിന്റെ വീഡിയോ ആണ്. ചിലപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ആ 9 സെക്കൻഡ് വീഡിയോ ആവശ്യം ഉണ്ടാവില്ല. അതിലപ്പോൾ 6 സെക്കൻഡ് വീഡിയോ മാത്രമേ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള പോർഷൻ വരെ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ സ്പ്ലിറ്റ്ന്ന് സെലക്ട് ചെയ്താൽ ആ ഒരു വീഡിയോ അതിൽ നിന്ന് സ്പ്ലിറ്റായി മാറുന്നതാണ്. ആ സ്പ്ലിറ്റായ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് ഡിലീറ്റ് ചെയ്താൽ നമുക്കിപ്പോൾ 9 സെക്കൻഡിന്റെ വീഡിയോ അത് 6 സെക്കൻഡിലോട്ട് മാറിയിട്ടുണ്ട്. ഞാൻ അൺഡു കൊടുത്തിട്ട് അത് പഴയ പോലെ തന്നെ ആക്കുന്നുണ്ട്. വീഡിയോ കട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ നമുക്ക് ആവശ്യമുള്ള ഭാഗം സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചാല് നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്താൽ എന്നിട്ട് 2 ബോർഡർ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ബോർഡറിൽ മെല്ലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ വേണ്ട ഭാഗത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്താല് നമുക്ക് അത്രയും വീഡിയോ മാത്രം ഇതിൽ സെലക്ട് ചെയ്ത് കിട്ടുന്നതാണ്. ദെൻ സ്പ്ലിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് വോളിയം ആണ്. വോളിയം എന്നുള്ള ഓപ്ഷൻ എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ മേബി നമ്മള് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഔട്ട്ഡോർ വീഡിയോസ് ആവും ഷൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ പുറത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് അതിൽ ഒരുപാട് നോയ്സുകൾ ഉണ്ടാവും. നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ള മ്യൂസിക് വേറെ നമ്മള് ഓൾറെഡി വേറെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. സോ നമ്മൾ ഈ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിലെ ഓഡിയോ അങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം അതിലെ വോളിയം 0 ആക്കി വെച്ചാല് അതിലെ വോളിയം കംപ്ലീറ്റ്‌ലി പോകുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിലെ വോളിയം കുറച്ച് മതി. ഒരു ചെറിയ രീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ ഒരു 50% 20% ഒക്കെ അങ്ങനെ ആക്കി വെച്ചാല് ചെറിയൊരു നോയ്സ് അതിന്ന് ഉണ്ടാവും ചെയ്യും. നമ്മൾ അഡീഷണൽ ഓഡിയോ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയോന്റെ സൗണ്ടും അതിലുണ്ടാവും. നിങ്ങൾക്കിപ്പോ ഇതില് സൗണ്ടൊന്നും കേൾക്കാത്തത് എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഈ ഒരു വീഡിയോക്ക് സൗണ്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇതില് സൗണ്ടൊന്നും കേൾക്കാത്തത്. നിങ്ങളിപ്പോ സെലക്ട് ചെയ്യുന്ന വീഡിയോക്ക് എന്തെങ്കിലും അഡീഷണൽ നോയ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അനിമേഷൻ. നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു അനിമേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ എൻഡ് ആവുമ്പോൾ ഒരു അനിമേഷൻ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, ആ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യാനാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് അനിമേഷന്. അത് ഞാൻ ഇതില് കാണിച്ചു തരാം. ഇതില് നമുക്ക് ഇത് സെലക്ട് ചെയ്താല് ഇന്ന്, ഔട്ട്, കോംബോ എന്നുള്ള 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇന്ന് കൊടുത്താൽ നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അനിമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ഇന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ ഒരുപാട് അനിമേഷൻസ് ഉണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരുപാട് അനിമേഷൻസ് ഇവിടെ ടെംപ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഞാനിതിൽ ഫെയ്ഡിന് എന്ന് പറഞ്ഞ അനിമേഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫെയ്ഡിന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുള്ളി ബ്ലാക്ക് ആയിട്ട് പിന്നെ അതിങ്ങനെ ബ്ലാക്ക്ന്ന് മാറി നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ അനിമേഷൻ വരുന്നത്. ഇതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് അനിമേഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അതിന്റെ താഴെ ഒരു ടൈമിങ്ങിന്റെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ? നമ്മൾ എത്ര നേരം അനിമേഷൻ വേണമെന്നുള്ളത് നമുക്ക് ആ ടൈമിലൂടെ സെലക്ട് ചെയ്യാൻ പറ്റും. ആ ടൈമിംഗ് നമുക്ക് മാക്സിമം കൂട്ടി കൊടുത്താല് നമുക്ക് വളരെ സ്ലോ ആയിട്ടുള്ള അനിമേഷൻ വരും. അത് പെട്ടെന്ന് കുറച്ച് കൊടുത്താല് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും അനിമേഷൻ വരും. നമ്മളിപ്പോ നോക്കിയത് ഇൻ അനിമേഷൻ ആണ്. അതുപോലെ തന്നെ ഔട്ട് അനിമേഷനും ഉണ്ട്. വീഡിയോ എൻഡ് ആകുന്ന സമയത്ത് എന്തേലും അനിമേഷൻ വേണമെന്നുണ്ടെങ്കില് ആ ഔട്ട് അനിമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ ഒരുപാട് അനിമേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് മാച്ച് ആയിട്ടുള്ള അനിമേഷൻസ് ഏതാന്ന് വെച്ചാല് അത് നോക്കി സെലക്ട് ചെയ്തെടുക്കുക. ഇതില് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഫോർത്ത് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ എന്ന് തന്നെ പറയണം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അതൊക്കെ കൂടുതലും എഡിറ്റ് ചെയ്യുന്നത് ക്യാപ്‌കട്ട് യൂസ് ചെയ്തിട്ടാണ്. അങ്ങനത്തെ എഫക്റ്റും കാര്യങ്ങളും എങ്ങനെ കൊടുക്കാന്നുള്ളതാണ് നോക്കുന്നത്. ഇതിൽ ആ എഫക്റ്റ് സെലക്ട് ചെയ്താല് ഫസ്റ്റ് വന്നാല് വീഡിയോ എഫക്റ്റ്. ആ വീഡിയോ എഫക്റ്റ് സെലക്ട് ചെയ്താൽ നമ്മള് വീഡിയോക്ക് കംപ്ലീറ്റ്‌ലി കൊടുക്കാൻ പറ്റുന്ന എഫക്റ്റുകളാണ് ഉണ്ടാവുക. അതിൽ ഒരുപാട് എഫക്ട്സ് അവൈലബിൾ ആണ്. ഇതിൽ ഞാൻ ഓരോ എഫക്റ്റും സെലക്ട് ചെയ്യുമ്പോൾ നമ്മള് വീഡിയോക്ക് വരുന്ന മാറ്റങ്ങൾ കണ്ടില്ലേ? ഓരോരോ നല്ല അടിപൊളി, അടിപൊളി എഫക്റ്റുകൾ വീഡിയോക്ക് ഇങ്ങനെ ആഡായി, ആഡായി വരുന്നുണ്ട്.
അതിൽ ഞാനിപ്പോ ഈ സെലക്ട് ചെയ്തിട്ടുള്ള എഫക്റ്റൊക്കെ ഇപ്പൊ കറന്റ്‌ലി ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എഫക്റ്റാണ്. ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരൊറ്റ എഫക്റ്റ് നമ്മള് വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മുടെ വീഡിയോന്റെ ലെവല് തന്നെ വേറൊരു ലെവലിലേക്ക് മാറും. അത്രയും അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ വീഡിയോക്കൊരു പ്രോ ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് എഫക്റ്റ് ഈ എഫക്റ്റുകൾ തന്നെ മര്യാദക്ക് നമുക്ക് വീഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളെ വീഡിയോ നെക്സ്റ്റ് ലെവൽ തന്നെ എന്തായാലും ആവും. അതിൽ എഫക്റ്റുകൾ തന്നെ ഒരുപാട് എഫക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഓരോ കാറ്റഗറീസ് ആണ്. ഇപ്പൊ ട്രെൻഡിങ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഇപ്പൊ കറന്റ്‌ലി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എഫക്റ്റുകളും അതിൽ പിന്നെ വാലന്റൈൻ, ഇൻട്രോ, ഔട്ട്രോ അങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ ഇതിലുണ്ട്. വീഡിയോ എഫക്റ്റിന്റെ കാറ്റഗറി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബോഡി എഫക്റ്റുകളാണ്. ബോഡി എഫക്റ്റുകൾ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത് വീഡിയോ എഫക്റ്റ് ആണ്. വീഡിയോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ എഫക്റ്റ് എൻറ്റയർ വീഡിയോയിൽ തന്നെ എഫക്റ്റ് ചെയ്യും. ബോഡി എഫക്റ്റ് എന്താന്ന് വെച്ചാല്, ഒരു വീഡിയോയില് വന്നിട്ടുള്ള ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഐറ്റം അതിനൊക്കെ നമ്മൾ എഫക്റ്റ് കൊടുക്കാനാണ് ബോഡി എഫക്റ്റ് അധികം യൂസ് ചെയ്യാറ്. അത് നമ്മള് ഒറ്റൊരാളുടെ ഫോട്ടോ, വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റും. ഞാൻ അതില് അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഉണ്ടോന്ന് നോക്കട്ടെ. എന്റെ ഗാലറിയിൽ തന്നെ ഒരു 2 ആള് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ അവിടെ സെലക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നമുക്ക് കറക്റ്റ് ബോഡി എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബോഡി എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ബോഡി എഫക്റ്റുകൾ വീഡിയോക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലത്തുള്ള എഫക്റ്റുകൾ നമുക്കിപ്പോൾ ബോഡി എഫക്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ ബട്ടർഫ്ലൈൻ്റെ എഫക്റ്റ് കണ്ടില്ലേ? ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടുള്ള എഫക്റ്റാണ്. ഇതൊക്കെ നമുക്ക് ബോഡി എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഡിലീറ്റ് ആണ്. നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അൺഡു കൊടുത്താൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അതുപോലുള്ള വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്പീഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം സ്പീഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ 2 ഓപ്ഷൻ കാണുന്നുണ്ട്. നോർമലും കർവും. ഫസ്റ്റ് നമ്മൾ നോർമൽ സെലക്ട് ചെയ്യുക. നോർമൽ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ ആവും. ഇതിൽ 1x എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ നോർമൽ സ്പീഡാണ്. 1xൻ്റെ താഴോട്ട് പോകുന്നത് വീഡിയോ അത്രയും സ്ലോ മോഷൻ ആവും. 1xൻ്റെ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ അത്രയും സ്പീഡായിട്ടും പോകും. ഞാനിവിടെ ഈ ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോൻ്റെ സ്ലോ മോഷൻ മാറ്റി തരാം. അതാവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്ലോ മോഷൻ ആക്കിയിട്ടുണ്ട്. ബാക്ക് ടു 1x തന്നെ ആക്കിയാൽ വീഡിയോ നോർമൽ സ്പീഡായിട്ട് മാറും. നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ കർവ് ആണ്. സ്ലോ മോഷനിലുള്ള എല്ലാ ടൈപ്പ് എഡിറ്റും ചെയ്യാൻ നമ്മൾ കർവ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. കർവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇതിൽ ഓൾറെഡി കസ്റ്റമായിട്ട് ഒരുപാട് ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഏതെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് നമ്മൾ വീഡിയോ സ്പീഡ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കസ്റ്റമായിട്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. കസ്റ്റം സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഇത് നമ്മുടെ വീഡിയോൻ്റെ കംപ്ലീറ്റ് സ്പീഡ് നമുക്കിവിടെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതിൽ സെൻറ്ററിൽ കാണുന്നത് 1x ആണ്. 1x എന്ന് പറഞ്ഞാൽ നോർമൽ സ്പീഡാണ്. ആ ആരോ താഴത്തോട്ട് മാറ്റിയാൽ താഴത്തോട്ട് മാറ്റുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ്ലി സ്ലോ മോഷനിലോട്ടും അത് മുകളിലോട്ട് മാറ്റിയാൽ അത്രയും ഏരിയ സ്പീഡായിട്ട് മാറും. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ താഴത്തോട്ട് മാറ്റുന്ന ഈ ഈ ഒരു പോയിന്റ് ഞാൻ താഴത്തോട്ട് മാറ്റി. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് സ്ലോ മോഷനിലും ഞാൻ നെക്സ്റ്റ് പോയിന്റ് മേളിലോട്ടാണ് മാറ്റിയത്. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് സ്പീഡായിട്ടും പ്ലേ ആവുന്നതാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ബീറ്റ് എന്ന് കൊടുത്താൽ അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ ബീറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ സ്പീഡ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം താഴത്തെ സ്മൂത്ത് സ്ലോ മോഷൻ അതിൽ ബെറ്റർ ക്വാളിറ്റി സെലക്ട് ചെയ്താൽ നമ്മൾ സ്ലോ മോഷൻ ചെയ്ത് വരുന്ന വീഡിയോ ആ ഒരു ജമ്പിങ് ഒക്കെ മാറിയിട്ട് ഇത്രയായിട്ട് അതിൻ്റെ ആ മൂവ്മെൻറ്റ് നമുക്കൊരു സ്ലോ മോഷൻ ആക്കിയതിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റേ ഫ്രെയിമൊക്കെ ഒരു ജമ്പിങ് ഉണ്ടാവും. ആ ഒരു ജമ്പിങ് ഒക്കെ ഒഴിവായി ഭയങ്കര സ്മൂത്തായിട്ട് ആ വീഡിയോ പ്ലേ ആവുന്നതാണ്. അത് നിങ്ങൾ എപ്പോൾ സ്ലോ മോഷൻ ചെയ്യുകയാണെങ്കിലും ആ ഒരു കാര്യം വളരെ നല്ലത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ബെറ്റർ ക്വാളിറ്റി ഓൾമോസ്റ്റ് പ്രോസസ്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ ആ ഒരു ജമ്പിങ് ഒക്കെ മാറിയിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ വീഡിയോ പ്ലേ ആവുന്നതാണ്.
സോ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ ഡൗട്ടാവും ക്യാപ്‌കട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. ക്യാപ്‌കട്ട് നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂല. കാരണം അത് ചെറിയൊരു ഇന്ത്യയിൽ ബാൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിനോ ഞാനൊക്കെ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നിങ്ങള് യൂട്യൂബിൽ പോയിട്ട് തന്നെ ഹൗ ടു ഇൻസ്റ്റാൾ ക്യാപ്‌കട്ട് എന്ന് iOS ആണെങ്കിൽ iOS ന്നും ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് എന്ന് സെർച്ച് ചെയ്താല് നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഇതിന്റെ ഒരുപാട് ട്യൂട്ടോറിയൽസ് അവിടെ അവൈലബിൾ ആണ്. അത് നോക്കി നിങ്ങള് ക്യാപ്‌കട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ദെൻ നമുക്ക് നോക്കാനുള്ളത് വീഡിയോക്ക് ഫിൽറ്റർ കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ വീഡിയോക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് നല്ല നല്ല രീതിയിലുള്ള ഫിൽറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇതിൽ ഒരുപാട് ഡിഫോൾട്ട് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ ഫിൽറ്റർ നിങ്ങളുടെ വീഡിയോക്ക് ഏത് ഫിൽറ്ററാണ് മാച്ച് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ അഡ്ജസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ്സും അതിൻ്റെ സാച്ചുറേഷനും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ആണ്. നമ്മളൊരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് സ്വിച്ച് ആവുമ്പോൾ വരുന്ന ട്രാൻസിഷനിലെ ആ ട്രാൻസിഷൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോക്ക് ആ പോകുന്ന പോർഷനിൽ ജസ്റ്റ് ഒരു വൈറ്റ് ലൈൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഒരുപാട് ട്രാൻസിഷൻസ് ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ വേണ്ട ട്രാൻസിഷൻ ഏതാണെന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് ട്രാൻസിഷൻസ് കാണുന്നുണ്ട്. അതിലിപ്പോൾ ഞാൻ ഇവിടെ ട്രാൻസിഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസിഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ താഴത്ത് അത് എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് ട്രാൻസിഷൻ ആയിട്ട് വരേണ്ടത് എന്നുള്ളത് അതും കാണിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ടൈമിംഗ് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്തപ്പോൾ അത് അഡ്ജസ്റ്റ് അതിൻ്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ ആ ട്രാൻസിഷനായി മാറിയിട്ട് വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ട്രാൻസിഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ദെൻ ഒരു ട്രാൻസിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ അപ്ലൈ ടു ഓൾ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ല, അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റയർ വീഡിയോയിൽ ആ ട്രാൻസിഷൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഓരോരോ വീഡിയോയിൽ പോയി അത് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് മേജർ പാർട്ട് എന്താണെന്ന് വെച്ചാൽ സൗണ്ടാണ്. നമ്മളൊരു വീഡിയോക്ക് സൗണ്ട് എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ താഴെ കാണുന്ന സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഓൾറെഡി ക്യാപ്‌കട്ട് ഡിഫോൾട്ടായിട്ട് ഒരുപാട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും മ്യൂസിക് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് ശേഷം ഒരു പ്ലസ് ബട്ടൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോയിലൊക്കെ അത് ആഡായി വരുന്നതാണ്. സോ ഇവിടെ നമ്മുടെ വീടിന് താഴെ ഒരു മ്യൂസിക് അതിൻ്റെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മ്യൂസിക് ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിവൈസിൽ നമ്മൾ ഫോണിൽ ഏതെങ്കിലും മ്യൂസിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളൊരു വീഡിയോ ഒരു റീല് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീഡിയോൻ്റെ ഓഡിയോ മാത്രം നമുക്ക് വീഡിയോയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ താഴെ വന്നിട്ട് ഈ എക്സ്ട്രാക്റ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ആ എക്സ്ട്രാക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഡിവൈസിലുള്ള ഒരു വീഡിയോ ഒന്ന് ഓഡിയോ മാത്രം കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. സോ ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്റ്റ് എന്ന് കൊടുത്താൽ അതിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് റെക്കോർഡ്. നമുക്കിപ്പോൾ വീഡിയോൻ്റെ കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഓഡിയോ കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വോയിസ് റെക്കോർഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ കറൻ്റ്ലി നമുക്കിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ഇപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ നമുക്ക് ഒരു വേറൊരു ലെയറായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ഉണ്ടാവും, സെപ്പറേറ്റ് ആയിട്ട് ഒരു വേറെ ലെയറായിട്ട് അതിൻ്റെ കൂടെ ആഡായി വരുന്നതാണ്. സോ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമുക്ക് ഒരു വീഡിയോയിൽ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതാണ്. സോ അതിനിവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മേലെ എൻ്റർ ടെക്സ്റ്റ് എന്നുള്ളടത്ത് നമുക്ക് എന്താണ് ടെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്.
ഞാനിപ്പോൾ ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഹലോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ താഴെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ അല്ല. അതിലേതെങ്കിലും ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്താൽ അതിലൊരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലുള്ള ഒരു അടിപൊളി അടിപൊളി ടെംപ്ലേറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട ടെംപ്ലേറ്റ്സ് ഇതിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏത് ഫോണ്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ദെൻ സ്റ്റൈൽ എന്നുള്ളിടത്ത് വന്നാൽ ഇതിന് നിങ്ങൾക്ക് വേണ്ട കളർ ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനൊക്കെ ഇതിൽ എഫക്റ്റും ഇതിന് അനിമേഷനും കൊടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് ഓവർലേ ആണ്. ഓവർലേ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഫോട്ടോ, വീഡിയോ അതിൻ്റെ മേലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒന്നും കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ കൂടെ എനിക്ക് ഒരു ഫോട്ടോ കൊടുക്കണം. അഡീഷണൽ ആയിട്ടൊരു ഫോട്ടോ ഈ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഫോട്ടോ കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഇതിൽ ഓവർലേ സെലക്ട് ചെയ്യാം. ഓവർലേ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഏത് ഫോട്ടോ ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. എടാ ഈ ഒരു ഫോട്ടോ എനിക്കിവിടെ ഓവർലൈറ്റ് കൊടുക്കാൻ പറ്റും. ഇത് ഓവർലൈറ്റ് കൊടുക്കുന്നതിന് കൂടെ തന്നെ ഇതെനിക്ക് വേണ്ട രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു പോർഷൻ കണ്ടില്ലേ, അത്ര ഏരിയ മാത്രമേ അത് വിസിബിൾ ആവുള്ളൂ. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. എത്ര ടൈം വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമ്മളെ ക്യാപ്കട്ടിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്താ വെച്ചാൽ നെക്സ്റ്റ് നമുക്ക് ഇതിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അത് വീഡിയോൻ്റെ ഏത് പോർഷനിലാണ് വരേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ക്യാപ്കട്ടിൻ്റെ ബിഗിനർ ട്യൂട്ടോറിയൽ ഈസ് ഓൾമോസ്റ്റ് ഓവർ. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട രീതിയിലൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ എക്സ്പോർട്ട് എന്ന് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നതാണ്, ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ്. ആൻഡ് ഇതുപോലെ ഇനി ക്യാപ്കട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. ദെൻ ബൈ ഫോർ നൗ.